ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജീര റൈസ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് അല്ല, പകരം ബിരിയാണി റൈസ് തന്നെ ഒരു നീളമുള്ള അരി കിട്ടില്ലേ, അതാണ്. അതൊരു 2.5 ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് അരിക്ക് 3.25 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എന്നിട്ട് ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുവാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരി നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ അരി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പശ ഉണ്ടാകുമെന്ന്, അതായത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അരിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തിരുമുവാണ്, എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഓരോ അരിയിലേക്കും നന്നായിട്ട് വെളിച്ചെണ്ണയുടെ കണ്ടന്റ് വരാൻ വേണ്ടിയിട്ട് തിരുമി ആക്കുവാണ്, എല്ലാ ഭാഗത്തേക്കും ആക്കുവാണ്. ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരരി മറ്റൊരരിയെ തൊടാതെ കിട്ടും, ഒട്ടും വെന്ത് പോവില്ല, പശയും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും, അത് ഉറപ്പാണ്. അതല്ലെങ്കിൽ നമ്മൾ റൈസ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാകും, ഒരരി മറ്റൊരരിയെ തൊടാതെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വേണ്ടത് ജീര റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മസാലാസ്. നമ്മൾ സാധാരണ ബിരിയാണിയിലിടുന്ന എല്ലാ മസാലാസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടാതെ ജീരകം കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു ഇവിടെ. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുത്തു. കൂടെ നമുക്ക് എന്തോരം ഉപ്പ് ആവശ്യത്തിന് വേണമെന്നനുസരിച്ച് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മളുടെ വാഷ് ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ നിന്ന് വേകട്ടെ, അടച്ചു വെക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വേവ് നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെയാണ് വേവിക്കാൻ വെച്ചത്. നമ്മുടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചോറെടുത്ത് ഞാൻ പതിയൊന്ന് നെക്കി നോക്കുക, അപ്പോൾ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. അപ്പോൾ വെള്ളം ആവശ്യത്തിനായിരുന്നു, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരരിമ തൊട്ടിട്ടില്ല, നല്ല എന്താണ് ഒരു പശ പോലും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ക്രിസ്മസിന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇതുപോലെയുള്ള സിമ്പിളായ റെസിപ്പികൾക്ക് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.